ഹായ് ഓൾ. നമ്മൾ ഡിബഞ്ചറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്യൂച്ചറിനെ കൂടി ചെക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് റിഡംഷനെ കുറിച്ചും കൂടെ ആലോചിക്കണം. ഏത് സമയത്ത്? ഇഷ്യൂവിൻ്റെ സമയത്ത് അല്ലേ. കാരണം നമ്മുടെ ഇക്വിറ്റിയിൽ നിന്ന് മാറി ഡിബഞ്ചറിലോട്ട് എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത അതായിരുന്നു. ഡിബഞ്ചർ എന്ന് പറയുന്ന എഗ്രിമെൻറ്റിനകത്ത് ഇഷ്യൂവിൻ്റെ ടേംസ് മാത്രമല്ല നമ്മൾ കോട്ട് ചെയ്യാറ്, നമ്മൾ റിഡംഷൻ എങ്ങനെയാണെന്നും കൂടെയാണ് കോട്ട് ചെയ്യാറ്. ഇനി അങ്ങനെ റിഡംഷൻ നടക്കുന്ന സമയത്ത് അത് പ്രീമിയത്തിലാണ് റിഡംഷൻ നടക്കുന്നതെങ്കിൽ നമുക്ക് ലോസ് സംഭവിക്കും ആണല്ലോ. ആ ലോസിനെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ നമ്മുടെ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ ലോസിനെ റെക്കഗ്നൈസ് ചെയ്യും. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? രണ്ട് രീതിയിലാണ് നമുക്ക് ലോസ് വരാനുള്ള സാധ്യത. എങ്ങനെയൊക്കെയായിരുന്നു? ഒന്ന്, ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്ന നേരത്ത്, ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിൻ്റെ സമയത്ത് നമുക്ക് ലോസ് വരും. നമ്പർ 1, അതിനെ നമ്മൾ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനം റിഡംഷൻ ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ഡിബഞ്ചർ ഹോൾഡറിൻ്റെ കയ്യിൽ നിന്ന് കമ്പനി തിരിച്ചു വാങ്ങിക്കുന്ന നേരത്ത് പ്രീമിയത്തിനാണ് തിരിച്ചു വാങ്ങിക്കുന്നതെങ്കിൽ അവിടെ ലോസ് വരും. ആ ലോസ് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2 എമൗണ്ടുകൾ കൂടെ വരും. ഏതൊക്കെയായിരുന്നു? ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോഴും പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യപ്പെടും. പക്ഷേ ആ പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്തിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെയല്ലേ ചെയ്തേ? സോ ഞങ്ങളുടെ ഇത് വരും ബാങ്ക് അക്കൗണ്ട് അറ്റ് അല്ലേ, കിട്ടിയ എമൗണ്ട് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, 2 ലോസ് വരും. ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടിലാണെങ്കിലും റിഡംഷൻ ചെയ്യുമ്പോൾ പ്രീമിയത്തിലാണെങ്കിലും. ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് വരും, ടു പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് കൂടെ വരും ഭാവിയിൽ വരെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ലോസിനെ കുറിച്ചാണ്. ഓക്കെ, ദാറ്റ് മീൻസ് പ്രധാനമായിട്ടുള്ള 2 മെത്തേഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് റിഡംഷൻ നടത്തേണ്ടത്, അല്ലെങ്കിൽ റിഡംഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് എമൗണ്ടുകൾ മാറ്റി വെക്കേണ്ടത് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 2 മെത്തേഡുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കുന്നതിന് മുമ്പ് ഈ ലോസിനെ കുറിച്ചും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? നോക്കാം. ഈ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ നമുക്കൊരു സർട്ടൻ എമൗണ്ട് ഓഫ് ലോസ് ഉണ്ടായി എന്ന് വിചാരിക്കുക. ഏതിൽ നിന്ന്? ഈ പറയുന്ന ഡിബഞ്ചറിൻ്റെ ഇഷ്യൂയോ റിഡംഷനോ സംബന്ധിച്ച് നമുക്ക് സർട്ടൻ എമൗണ്ട് ഓഫ് ലോസ് ഉണ്ടായി എന്ന് വിചാരിക്കുക. ആ ലോസിനെ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ റെക്കഗ്നൈസ് ചെയ്തു ആണല്ലോ. ഇപ്പോൾ ഒരു 20,000 റുപ്പീസ് ലോസ് ഉണ്ടായിരുന്നു. ആ 20,000 ലോസിനെ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിനകത്ത് റെക്കഗ്നൈസ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ റെക്കഗ്നൈസ് ചെയ്താൽ മാത്രം പോരാ, അതിന് എന്ത് ചെയ്ത് കളയണം? ആ നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷത്തേക്കാണോ ആ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ആ നമ്പർ ഓഫ് ഇയേഴ്സ് വെച്ചിട്ട് അതിന് റൈറ്റ് ഓഫ് ചെയ്തും കൂടെ വേണം. ഓക്കെ, വൺസ് അഗൈൻ, ഇപ്പോൾ ഒരു 5 വർഷത്തെയാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണമെന്ന് വിചാരിക്കുക. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു 50,000 രൂപ ഉണ്ടായിരുന്നു. ലോസ് ഓൺ ഇഷ്യൂ എന്ന് പറഞ്ഞ് നമുക്കൊരു 50,000 റുപ്പീസ് ഉണ്ടായിരുന്നു ലോസ് ഓൺ ഇഷ്യൂ. നമ്മൾ ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് 5 വർഷത്തേക്കാണ്, 5 ഇയേഴ്സ്. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇപ്പോൾ സപ്പോസ് 2010 നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത്. 2010, 11, 12, 13, 14, 15 അങ്ങനെ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇത് റിഡംഷൻ നടത്തും. ഈ റിഡംഷൻ നടത്തുന്ന 5 വർഷ കാലയളവിൽ, അല്ലെങ്കിൽ ഡിബഞ്ചർ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 5 വർഷ കാലയളവിൽ, ഓക്കെ, ദാറ്റ് മീൻസ് ആഫ്റ്റർ 5 ഇയേഴ്സേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ. സപ്പോസ് 5 ലക്ഷം രൂപയാണ് ഡിബഞ്ചർ എന്ന് വിചാരിക്കുക. 5 ലക്ഷം രൂപയായിരുന്നു ഡിബഞ്ചർ. ആഫ്റ്റർ 5 ഇയേഴ്സേ നമ്മൾ ഈ ഡിബഞ്ചർ എന്ത് ചെയ്യുന്നുള്ളൂ? തിരിച്ചു കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കി, ഈ പറയുന്ന 50,000-നെ ഓരോ വർഷങ്ങളിലും നമുക്ക് 10,000 വെച്ച് നമ്മുടെ പിയാണ്ടലിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്ത് കളയാം. 5 വർഷം ചെയ്ത് മനസ്സിലായല്ലോ? 2 രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് കയറി വരാറ്. ഫസ്റ്റ് മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. 5 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സ് 2010 ഇഷ്യൂ ചെയ്യുന്നു. 5 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സ് 2010 ഇഷ്യൂ ചെയ്യുന്നു. 2015 വരെ, ദാറ്റ് മീൻസ് ആ 5 വർഷവും അതിൻ്റെ ഫേസ് വാല്യൂക്കകത്ത് യാതൊരുവിധ മാറ്റവും വരുന്നില്ല. നിങ്ങളിൽ നിന്ന് ഞാൻ 5 ലക്ഷം രൂപ കടം വാങ്ങിക്കുന്നു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 5 ലക്ഷം രൂപ നിങ്ങൾക്ക് 5ാമത്തെ വർഷം അവസാനം തിരിച്ചു തരുന്നു. ഇതിനകത്ത് എനിക്കുണ്ടായ ലോസ് 50,000 രൂപയാണ്. ഈ 50,000 രൂപ ഞാൻ 5 വർഷങ്ങളിലായിട്ട്, ദാറ്റ് മീൻസ് 10,000 × 5 എന്നുള്ള രീതിയിൽ 5 വർഷങ്ങളിലായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് കളയും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ഓക്കെ, നമ്പർ 2, സിറ്റുവേഷൻ നമ്പർ 2, ഒരു ചെറിയൊരു വ്യത്യാസം. എങ്ങനെയാണെന്നറിയാമോ? 5 ലക്ഷം രൂപയാണ് ഡിബഞ്ചർ, പക്ഷേ റിഡംഷൻ്റെ കണ്ടീഷൻ ഇത്രയാണ്: ഓരോ വർഷവും ഓരോ ലക്ഷം രൂപ വെച്ച് ഞാൻ നിങ്ങൾക്ക് തരും. 2 സിറ്റുവേഷൻ മനസ്സിലായോ? ആദ്യത്തേനകത്ത് പറഞ്ഞാൽ എന്താ? 5 ലക്ഷം രൂപ 5 വർഷം കഴിഞ്ഞിട്ടേ ഞാൻ നിങ്ങൾക്ക് തരുള്ളൂ.
ഓക്കെ, രണ്ടാമത്തെ സിറ്റുവേഷൻ പറഞ്ഞാൽ അങ്ങനെയല്ല. 5 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 5 ലക്ഷം രൂപ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഓരോ വർഷവും ഓരോ ലക്ഷം രൂപ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. അവിടെയും 50,000 തന്നെയാണ് ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കുക. സപ്പോസ് ഈ പറയുന്നത് പോലെ 50,000 ആണ് ലോസ്, ഇൻട്രസ്റ്റ് എന്ന് വേണ്ട, ലോസ് 50,000 ആണ് ഈ പറയുന്ന ഡിബഞ്ചറിനകത്ത് എനിക്ക് ഉണ്ടാവുന്ന ലോസ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ മെത്തേഡിനകത്ത് 5 വർഷവും നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരുന്നു അല്ലേ. പക്ഷെ രണ്ടാമത്തേനകത്ത് അങ്ങനെയല്ല. രണ്ടാമത്തേനെന്താ, ആദ്യത്തെ വർഷം കഴിയുമ്പോൾ 4 ലക്ഷം രൂപയാവും. കാരണം എന്താ, ഓരോ വർഷവും ഞാൻ എന്ത് വെച്ച് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും, എന്ത് വെച്ച് റിഡംഷൻ നടത്തിക്കൊണ്ടിരിക്കും, ഓരോ ലക്ഷം രൂപ വെച്ച് റിഡംഷൻ നടത്തിക്കൊണ്ടിരിക്കും. അടുത്തത് 3 lakh ആവും. പിന്നെ റിഡംഷൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്, ഡിബഞ്ചറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് 2 lakh ആവും, 1 lakh ആവും, 0. ചെയ്തോ, മനസ്സിലായല്ലോ? ആദ്യത്തെ രണ്ടത്തിൽ നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കിയാലേ പെട്ടെന്ന് കാര്യങ്ങൾ കിടക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ കേസിന് എന്താ പറഞ്ഞത്, തുടക്കം തൊട്ട് ഇതിൻ്റെ റിഡംഷൻ നടത്തുന്നത് വരെയുള്ള 5 വർഷങ്ങളിലും അതിൻ്റെ ഫേസ് വാല്യൂ, ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ആയിരുന്നു. പക്ഷേ രണ്ടാമത്തേനകത്ത് അങ്ങനെയല്ല. രണ്ടാമത്തേനകത്ത് നമ്മൾ പറഞ്ഞ എന്താ, ഈ പറയുന്നത് പോലെ 5 വർഷങ്ങളിലും ഇത് ഡിഫറൻ്റ് ആയിരുന്നു. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ 50,000 ലോസിനെ നമുക്ക് 4:2 അല്ലെങ്കിൽ 5:4 3:2:1 എന്നുള്ള റേഷ്യോയിൽ വിധിച്ചു കൊടുക്കാം. മനസ്സിലായി? ഓരോ ടേമിലെയും ഡിബഞ്ചറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എത്രയാണോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് ചെയ്യാം. റൈറ്റ് ഓഫ് ചെയ്യാം മീൻസ് P&L വഴി ചാർജ് ചെയ്യാം. ചെയ്താൽ മനസ്സിലായല്ലോ? സോ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഡിബഞ്ചറിൻ്റെ കാലാവധി എത്രയാണോ ആ ടൈമിൽ, അല്ലെങ്കിൽ ആ ടൈമിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് ചെയ്ത് കളയാം. അവിടെ 2 സിറ്റുവേഷൻ വരുന്നത്, ഒന്ന് ഈ പറയുന്നത് പോലെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡിബഞ്ചറും ക്ലോസിംഗ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സും ഈക്വൽ ആണെങ്കിൽ, ദാറ്റ് മീൻസ് ഇതിനിടയിൽ നമ്മൾ എവിടെയും വെച്ച് റിഡംഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോസ് എത്രയാണോ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്, എന്നിട്ട് ഓരോ വർഷവും നമുക്ക് എന്ത് ചെയ്യുന്നതായിട്ട് കണക്കാക്കാം, റൈറ്റ് ഓഫ് ചെയ്യുന്നതായിട്ട് കണക്കാക്കാം. നമ്പർ 1. ആൻഡ് നമ്പർ 2, ഇങ്ങനെയല്ല. ഓരോ വർഷവും സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഡിബഞ്ചർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിഡംഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ പറയുന്നത് പോലെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ, ഓരോ വർഷത്തെയും ക്ലോസിംഗ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, P&L ചാർജ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ P&L ഈ പറയുന്ന ലോസിനെ ചാർജ് ചെയ്യേണ്ടി വരും. അങ്ങനെ 2 സിറ്റുവേഷൻസ്. അതിൻ്റെ പ്രോബ്ലം നമുക്ക് മെറ്റീരിയലിനകത്തുള്ള പ്രോബ്ലം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കി, ട്രീറ്റ്മെന്റ് ഓഫ് ഡിസ്കൗണ്ട് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. On 1/4/2014, P Limited issued 1,015% debentures of 100 each at a discount of 10% redeemable at par. ഓക്കെ, സോ നോക്കി, പറഞ്ഞിരിക്കുന്ന കാര്യം എന്തൊക്കെയാണ്. അതായത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 1000 ഷെയർസാണ്, 1000 ഡിബഞ്ചേഴ്സ് ആണ്. വാല്യൂ എത്രയാണ്, 100 ഈച്ച് ആണോ, അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. ഡിസ്കൗണ്ട് എത്ര കൊടുക്കുന്നുണ്ട്, 10% നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് 1 lakh റുപ്പീസിൻ്റെ ഡിബഞ്ചേഴ്സ് ആണ്. ആ 1 lakhന് 1 lakh ഇൻറ്റു 10% ഡിബഞ്ചർ ചെയ്യുന്ന നേരത്ത് നമുക്ക് എത്ര വരും, ടോട്ടൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 10,000 റുപ്പീസ് വരും. ആ ടൈം ഡിബഞ്ചറിൻ്റെ ഫുൾ ടൈമിനകത്ത് നമുക്ക് ഉണ്ടാവുന്ന ടോട്ടൽ ലോസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപ വരും, 10,000 വരും. ഇനി ചോദിച്ചിരിക്കുന്നത് നോക്കിയോ, ഷോ ദ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഇഫ് സച്ച് ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ ആഫ്റ്റർ 4 years. അതായത് ഫേസ് വാല്യൂവിന് 4 വർഷങ്ങളിലും യാതൊരുവിധ മാറ്റവും ഇല്ല. മനസ്സിലായി? അതായത് 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്നത് 4 വർഷത്തിന് ശേഷം. ആൻഡ് നമ്പർ 2, നോക്കി, സച്ച് ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് ഈക്വൽ ആനുവൽ ഡ്രോയിങ്സ് ഓഫ് 4 years. രണ്ടാമത്തെ സിറ്റുവേഷൻ പറയുന്നത് ഓരോ വർഷവും ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ്, ഓരോ വർഷവും ടോട്ടൽ 1 ലക്ഷം അല്ലേ, സോ ഡിവൈഡ് ബൈ 4 ചെയ്യുന്ന നേരത്ത് നമുക്ക് 25,000 വരും. ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യും, 25,000 വെച്ചിട്ട് ഡിബഞ്ചർ നമ്മൾ റിഡംഷൻ നടത്തും. സോ 2 സിറ്റുവേഷൻ മനസ്സിലായല്ലോ. 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചറാണ്. ആ 1 ലക്ഷം രൂപ ഡിബഞ്ചറിന് 10% ഡിസ്കൗണ്ട് വരുന്ന നേരത്തെ 10,000 റുപ്പീസാണ് നമ്മുടെ ലോസ് പറഞ്ഞത്. ആദ്യത്തെ സിറ്റുവേഷൻസിനകത്ത് നോക്കി, ടോട്ടൽ ലോസ് 10,000 അല്ലേ, ഫേസ് വാല്യൂ ഈക്വൽ ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 4 ചെയ്യുന്ന നേരത്ത് ഓരോ വർഷവും നമുക്ക് എത്ര വെച്ച് വരും, 2,500 വെച്ച് വരും. മനസ്സിലായി? അതായത് ഓരോ വർഷവും 2,500 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ലോസിനെ ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ഇത് കളയാം.
നോക്കി അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അല്ലേ? ജേണൽ എൻട്രി ഇത് വരും. ആലോചിച്ച് നോക്കി, ജേണൽ എൻട്രി എന്തായിരുന്നു? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അങ്ങനെയല്ലേ? ഇഷ്യൂ ചെയ്യുന്ന നേരത്ത് റിഡംഷന്റെ സമയത്ത് ലോസ് ഇല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 90,000 വരും. ലോസ് ഓൺ ഇഷ്യൂ എന്ന് പറഞ്ഞുള്ള ഡിസ്കൗണ്ട് 10,000 വരും. ടു ഡിബഞ്ചേഴ്സ് 1 lakh rupees വരും. ഇങ്ങനെയല്ലേ ജേണൽ എൻട്രി വന്നേ? സോ നോക്കി, ഇവിടെ 15%, ദാറ്റ് മീൻസ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിനകത്ത് നമുക്ക് എന്ത് വരും? ലോസ് എത്രയാ? ടു 10% ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര രൂപ കാണിക്കാം? 10,000 rupees കാണിക്കാം. ചെയ്ത് മനസ്സിലായല്ലോ? സോ 15% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 10,000 കാണിച്ചു. എപ്പോഴാണ്? 1/4/2014. ഇനി ഓരോ വർഷവും നമുക്ക് എത്ര വെച്ച് റൈറ്റ് ഓഫ് ചെയ്യാം? 2,500 വെച്ച് പി ആൻഡ് എല്ലിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യാം. സോ നോക്കി, ബൈ പി ആൻഡ് എൽ അക്കൗണ്ട് 2,500, ബാലൻസ് ആദ്യത്തെ വർഷം 7,500 വരും. രണ്ടാമത്തെ വർഷത്തെ ഓപ്പണിംഗിൽ 7,500 കാണിക്കാം. ആ വർഷവും 2,500 വെച്ച് നമുക്ക് റിഡംഷൻ നടത്താം. മൂന്നാമത്തെ വർഷവും 5,000 വരും, ബാലൻസ് 5,000 വരും. മൂന്നാമത്തെ വർഷവും 2,500 വെച്ച് ചെയ്യാം. ആൻഡ് ദ ഫോർത്ത് ഇയർ ബാലൻസ് 2,500 വരും. പി ആൻഡ് എൽ വഴി 2,500 റൈറ്റ് ഓഫ് ചെയ്യാം. സോ വീണ്ടും ഞാൻ പറയുന്നു, 2 സിറ്റുവേഷൻസ് ആണ് വരാനുള്ള സാധ്യത. അതിനകത്ത് ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് നമ്മൾ ഒരു തരത്തിലുള്ള റിഡംഷനും നടത്തുന്നില്ല. 4ാമത്തെ വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ 1 ലക്ഷം രൂപ ഡിബഞ്ചർ തിരിച്ചു കൊടുക്കണേ. സോ ആ ഒരു ട്രീറ്റ്മെന്റിൽ നമുക്ക് 10,000 രൂപ ലോസ് വന്നതുകൊണ്ട് ഓരോ വർഷവും പി ആൻഡ് എല്ലോട്ട് നമുക്ക് എത്ര രൂപ വെച്ച് ചാർജ് ചെയ്യാം? 2,500 രൂപ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്നുള്ള പേരിനകത്ത് ചാർജ് ചെയ്യാം. നമ്പർ 1. ആൻഡ് നമ്പർ 2, രണ്ടാമത്തെ സിറ്റുവേഷൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഓരോ വർഷവും നമ്മൾ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് വഴി റിഡംഷൻ നടത്തുന്നുണ്ട്. സോ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത് 1 lakh ആണ് അല്ലേ? അതിനെ ഓരോ വർഷവും ഈക്വൽ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 4 ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് ഓരോ വർഷവും 25,000 വെച്ച് നമ്മൾ എന്ത് നടത്തും? റിഡംഷൻ നടത്തും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ നോക്കി, ആദ്യത്തെ വർഷം അവസാനം നമ്മുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 lakh ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 25,000 rupees കൊടുത്തു തീർക്കും അല്ലേ? ആണല്ലോ. അതായത് 1/4/14 ഇഷ്യൂ ചെയ്യണേ 1 ലക്ഷത്തിന്റെ. സോ 31/3/15 ആകുമ്പോൾ, അതായത് ആ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 1 lakh ആണ്. ഇനി ആ വർഷം 25,000 പേ ചെയ്യും. സോ സെക്കൻഡ് ഇയറിൽ അത് 75,000 ആയി. തേർഡ് ഇയറിൽ അത് 50,000 ആവും. ആൻഡ് ദ ഫോർത്ത് ഇയർ അത് 25,000 ആവും. ചെയ്താൽ മനസ്സിലായോ? ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാ? 10,000 rupees ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ്. ആണോ? ഇവിടെ നോക്കി, 1 lakh into 12 months. സോ പ്രൊഡക്റ്റ് 12 lakh വരും. റേഷ്യോ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് എമൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ഇത്രയും ഇതായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. എങ്ങനെയാ? ഇവിടെ നോക്കി, ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് 100:75:50:25 എന്നുള്ള റേഷ്യോയിൽ ചെയ്യാം. ദാറ്റ് മീൻസ് 4:3:2:1 എന്നുള്ള റേഷ്യോയിൽ വീതിക്കാം. മനസ്സിലായി? ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ഞാൻ കുറച്ചും കൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മെത്തേഡ് പറഞ്ഞത്. സോ നോക്കി, ഓരോ ടേമിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് എത്രയാണെന്ന് നോക്കുക. നമുക്ക് ടോട്ടലായിട്ട് ഡിസ്കൗണ്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ചാർജ് ചെയ്യേണ്ട ഡിബഞ്ചർ എന്ന് പറയുന്നത് 10,000 ആണ്. സോ റേഷ്യോ എടുക്കുന്ന നേരത്തെ 4:3:2:1 എന്ന് വരും. 4, 3, 7, 2, 9, 1, 10. അതായത് ആദ്യത്തെ വർഷം 10,000 ആണ് ഡിബഞ്ചർ, ഡിവൈഡ് ബൈ 10 into 4. മനസ്സിലായോ? ടോട്ടൽ 4 + 3 + 2 + 1 10 വരും. രണ്ടാമത്തെ വർഷം ഇതേപോലെ തന്നെ 10,000 ഡിവൈഡ് ബൈ 10 into 3. മനസ്സിലായി? മൂന്നാമത്തെ വർഷം 10,000 ഡിവൈഡ് ബൈ 10 into 2 ആൻഡ് ഫോർത്ത് ഇയർ 10,000 ഡിവൈഡ് ബൈ 10 into 1. ഓരോ വർഷവും എത്രയൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ചാർജ് ചെയ്യേണ്ട ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ട് വരയ്ക്കുന്ന നേരത്ത് നോക്കി, 50% ഡിബഞ്ചേഴ്സ് 10,000 വരും. ആദ്യത്തെ വർഷം പി ആൻഡ് എൽ 4,000, രണ്ടാമത്തെ വർഷം പി ആൻഡ് എൽ 3,000, മൂന്നാമത്തെ വർഷം പി ആൻഡ് എൽ 2,000 ആൻഡ് ദ ലാസ്റ്റ് ഇയർ പി ആൻഡ് എല്ലിനകത്ത് 1,000. രണ്ടും നമ്മൾ ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇതല്ലാതെ അക്കൗണ്ട് വൈസ് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല.
അവിടെ ഓരോ വർഷവും 2500 വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെ ഓരോ വർഷവും ആദ്യത്തെ വർഷം 4000, പിന്നെ 3000, 2000, 1000 എന്നുള്ള രീതിയിലാണ് ചാർജ് ചെയ്യുന്നത്. സിറ്റുവേഷൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ പഠിച്ചത് എന്താ, നമുക്ക് നമ്മുടെ ലോസ് എത്രയാണോ, ഡിബഞ്ചറിൻ്റെ ഫുൾ എമൗണ്ടിനെ കുറിച്ചല്ല നമ്മൾ പറയണേ, നമ്മുടെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എത്രയാണോ അത് നമുക്ക് എന്ത് ചെയ്ത് കളയണം, റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. എത്ര വർഷമാണോ ഡിബഞ്ചറിൻ്റെ ടേം പറഞ്ഞത് അത്രയും വർഷം കൊണ്ട് അതിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. മനസ്സിലായി? അവിടെ രണ്ട് സിറ്റുവേഷൻ വന്നത് ഈ പറയുന്നത് പോലെ ലാസ്റ്റ് ആണ് ഡിബഞ്ചർ റിഡംഷൻ നടത്തുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അത്രയും വർഷങ്ങളിൽ നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിലോ, അങ്ങനെ അല്ലാത്തൊരു സാഹചര്യത്തിൽ എത്രയാണോ ഓപ്പണിംഗ് ബാലൻസ് ആ റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിനെ വീതിക്കാം. എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ, ഇവിടെ നോക്കിയേ 1 lakh ആണ് ഡിബഞ്ചർ, നമുക്ക് 1 lakh അല്ല നടത്തേണ്ടത്, അല്ലെങ്കിൽ 1 lakh അല്ല റൈറ്റ് ഓഫ് ചെയ്ത് കളയേണ്ടത്. ഒരിക്കലും ഡിബഞ്ചർ റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ പറ്റില്ല, ഡിബഞ്ചർ റിഡംഷനെ നടത്താൻ പറ്റുള്ളൂ. പക്ഷേ ലോസ് വന്നാൽ അതിനെ റൈറ്റ് ഓഫ് ചെയ്യാം. മനസ്സിലായോ? ചെയ്ത കാര്യം മനസ്സിലായല്ലോ. ഇതേപോലെ തന്നെയാണ് അടുത്ത സ്റ്റേജും പറഞ്ഞത്. ദാറ്റ് മീൻസ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. പ്രോബ്ലം ചെയ്യാം. നോക്കി, വൈ ലിമിറ്റഡ് ഇഷ്യൂഡ് 500 15% ഡിബഞ്ചേഴ്സ് ഓഫ് 1 lakh. ദാറ്റ് മീൻസ് 1000. 500 into 1000 എത്ര വരും? 5 lakh rupees ഡിബഞ്ചേഴ്സ് വരും. അറ്റ് 8% ഡിസ്കൗണ്ട്. 8% ഡിസ്കൗണ്ട്. ദാറ്റ് മീൻസ് 5 lakhന്റെ 8%. നമ്മുടെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് എത്ര വരും? 40,000 വരും. ചെയ്ത കാര്യം മനസ്സിലായല്ലോ. 5 lakhന്റെ 8% ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 40,000 rupees വരും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇയർ എൻഡ് തന്നിട്ടുണ്ട്, നോമിനൽ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ബി റെഡീംഡ് തന്നിട്ടുണ്ട്. അതായത് നോക്കി, എത്രയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിബഞ്ചറിന്റെ റിഡംഷൻ നടത്തുന്നത്. ആദ്യത്തെ വർഷങ്ങളിൽ ഇയർ 1ന്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള റിഡംഷൻ നടത്തുന്നില്ല. പക്ഷേ രണ്ടാമത്തെ ഇയറിന്റെ അവസാനം നമ്മൾ എത്ര രൂപ, 50,000 റിഡംഷൻ നടത്തുന്നുണ്ട്. ദാറ്റ് മീൻസ് മൂന്നാമത്തെ വർഷം ഓപ്പണിങ്ങിൽ ഇനി എത്രയേ ഉള്ളൂ, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ. ആദ്യത്തെ വർഷത്തെ ഓപ്പണിങ്ങിൽ 5 ലക്ഷം രൂപ തന്നെ ഡിബഞ്ചർ ഉണ്ട്. രണ്ടാമത്തെ വർഷത്തിലെ ഓപ്പണിങ്ങിലും 5 ലക്ഷം രൂപ തന്നെ ഡിബഞ്ചർ ഉണ്ട്. മൂന്നാമത്തെ വർഷത്തെ ഓപ്പണിങ്ങിൽ ദാറ്റ് മീൻസ് രണ്ടാമത്തെ വർഷത്തിലെ എൻഡിൽ നമ്മൾ എത്ര മൈനസ് ചെയ്യുന്നുണ്ട്, 50,000 രൂപയുടെ റിഡംഷൻ മൈനസ് ചെയ്യുന്നുണ്ട്. മൈനസ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ വർഷത്തെ ഓപ്പണിങ്ങിൽ നമുക്ക് എത്ര മാത്രമേ ഡിബഞ്ചർ ഔട്ട്സ്റ്റാൻഡിങ് വരുള്ളൂ, 4 ലക്ഷം വരുള്ളൂ. ഇനി അടുത്ത വർഷം 1 ലക്ഷം കൂടെ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യും. ദാറ്റ് മീൻസ് അവിടെ ഇപ്പോൾ എത്ര വരും, 4.5 എന്ന് പറയുന്നത് ഒരു 1 ലക്ഷം കൂടെ മൈനസ് ചെയ്യും. മനസ്സിലായി? അങ്ങനെ ഓരോ ടേമിനകത്തും നമ്മൾ ഈ പറയുന്ന റേഷ്യോയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിബഞ്ചറിന് റിഡംഷൻ ചെയ്തിരിക്കുന്നത്. നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ ഈ 40,000നെ ഈ റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് ചെയ്ത് കളയാം. നോക്കി, ഫേസ് വാല്യൂ ഇത്രയും കാര്യങ്ങളൊന്ന് അവിടെ ചെയ്ത പോലെ തന്നെയാണ് അവർ ചെയ്തിരിക്കണേ. നമുക്ക് ഇത്രയും കാര്യങ്ങളുടെ ഡീറ്റെയിൽസിനകത്ത് പോയില്ലെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇവിടെ നോക്കി, ആദ്യത്തെ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് 5 lakh, രണ്ടാമത്തെ വർഷത്തെ ഓപ്പണിംഗ് വാല്യൂ 5 lakh അല്ലേ. രണ്ടാമത്തെ വർഷത്തിൽ അവസാനമാണ് നമ്മൾ 50,000 മൈനസ് ചെയ്യണേ. സോ എത്ര വരും, 4.5 വരും. മൂന്നാമത്തെ വർഷം 1 lakh കൂടെ ചെയ്യുമ്പോൾ 3.5 വരും. ആൻഡ് ലാസ്റ്റ് നമുക്ക് 2 lakh വരും. ഈ പറയുന്ന സാധനം. സോ ഇതിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിച്ചാലും മതി, അല്ലാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. ഇതിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിച്ചാലും വരും. എത്ര വരും നോക്കി, 5, 10, ടോട്ടൽ 20 വരും. മനസ്സിലായി? സോ ഇയർ 1ന്റെ ബാലൻസ് എന്ന് പറയുന്നത് 5/20 എത്ര ഇൻറ്റു 100 ചെയ്യുമ്പം എത്ര വരും, 25% വരും. ഇയർ 2ലും ഇതേപോലെ തന്നെ 5/20 ഇൻറ്റു 100 25% വരും. നോക്കാം. അടുത്തത് മൂന്നാമത്തെ 4.5/20 ഇൻറ്റു 100 എത്ര വരും, 22.5% വരും. ആൻഡ് 3.5/20 ഇൻറ്റു 100 17.5% വരും. ആൻഡ് ദ ലാസ്റ്റ് വൺ 2/20 ഇൻറ്റു 100 10% വരും. അതായത് നമ്മൾ ഓരോ ടേമിൻ്റെയും എന്ത് കണ്ടുപിടിച്ചു എന്ന് മാത്രം, റേഷ്യോ കണ്ടുപിടിച്ചു എന്ന് മാത്രം. നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് ലോസ് എത്രയായിരുന്നു, 40,000 ആയിരുന്നു അല്ലേ. ടോട്ടൽ എമൗണ്ട് ഓഫ് ലോസ് എന്ന് പറയുന്നത് 40,000 ആയിരുന്നു. സോ ഫസ്റ്റ് ഇയറിൽ എത്ര നമുക്ക് റിഡംഷൻ നടത്താം,
ഫസ്റ്റ് ഇയറിൽ എത്ര റിഡംഷൻ നടത്താം നോക്കി. ദാറ്റ് മീൻസ് 40,000 ആണ് ടോട്ടൽ ലോസ് ഇൻറ്റു 25%. എത്ര വരും? 40,000 ഇൻറ്റു 25%. 10,000 വരും. മനസ്സിലായോ? സെക്കൻഡ് ഇയറിലോ again 25%. ദാറ്റ് മീൻസ് 40,000 ഇൻറ്റു 25% again 10,000 വരും. 10,000. മനസ്സിലായോ? ഇനി തേർഡ് ഇയറിൽ അത് 22.5% ആയി. ദാറ്റ് മീൻസ് 40,000 ഇൻറ്റു 22.5% 9,000 വരും. മനസ്സിലായോ? ആൻഡ് ദ നെക്സ്റ്റ് ഇയർ 17.5%. 40,000 ഇൻറ്റു 17.5% 7,000 വരും. ആൻഡ് ദ ലാസ്റ്റ് ഇയർ for 10% 4,000 വരും. സോ ഈ രണ്ട് സിറ്റുവേഷൻസേ ഉള്ളൂ. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. എന്തായിരുന്നു? ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് വരുന്ന നേരത്ത് അത് റിഡംഷൻ വരെ വെയിറ്റ് ചെയ്യേണ്ട. എത്രയാണോ ആ ഡിബഞ്ചറിൻ്റെ കാലാവധി ആ ടേമിൽ നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ഓഫ് ഇത് കളയാം, P&Lലോട്ട് ചാർജ് ചെയ്യാം. അവിടെ ഫേസ് വാല്യൂ നോക്കണം. ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും ഒരേ ഫേസ് വാല്യൂ ആണെങ്കിൽ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്യുക. ഓരോ വർഷവും ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ നിന്ന് അത് മൈനസ് ചെയ്യാം. ഇനി അങ്ങനെയല്ല, റിഡംഷൻ പാർട്ടായിട്ടാണെങ്കിൽ ഓരോ ടേമിൻ്റെയും ഓപ്പണിംഗ് ഫേസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലോസിംഗ് അല്ല, ഓപ്പണിംഗ്. മനസ്സിലായി? എന്നിട്ട് ആ റേഷ്യോയിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം. നിങ്ങൾ ഈ പ്രോബ്ലം തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ബൈ.